Good afternoon. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon. Prayer start ചെയ്തോളൂ. കാരുണ്യം കോലുന്ന സ്നേഹസ്വരൂപാനി കാലിന കൈവണങ്ങുന്നു ഞങ്ങൾ. വായുവും വെള്ളവും മണ്ണും ആകാശവും അഗ്നിയും നിന്റെ അനുഗ്രഹങ്ങൾ എന്തിനും മീതെ വിളങ്ങട്ടെ ദൈവമേ, നിൻ തിരുനാമവും കാരുണ്യവും. നല്ലതേ തോന്നാവൂ, നല്ലതേ പറയാവൂ, നല്ലതേ ചെയ്യാവൂ നിൻ കൃപയാ. എന്നും അതിനുള്ള ശക്തിയും ബുദ്ധിയും തന്നരുളിയിടണേ തമ്പുരാനേ. കാരുണ്യം കോലുന്ന സ്നേഹസ്വരൂപാനി കാലിന കൈവണങ്ങുന്നു ഞങ്ങൾ. Next. Sign in. Signing ആരാ? ചിക്കു ആണ് മാം, ചിക്കു. ചിക്കുമോൾ ജോയിൻ ആയിട്ടില്ല. മിസ് ഇന്ന് ക്ലാസ് എടുക്കാൻ വന്നു വിൻഡ്രോസിന് ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ചിക്കു ആൾക്കാരെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണേണ് സൈൻ ഇൻ സൈൻ ഔട്ടിനൊക്കെ ഗ്രൂപ്പില്. ഇല്ല മാം, അവള് മെസ്സേജ് അയച്ചിരുന്നു അവള് ചൊല്ലാൻ. ചിക്കു പറയാന്ന് പറഞ്ഞിരുന്നു. റിപ്ലൈ അതല്ല, അപ്പൊ ആൾക്കാരെ നോക്കിക്കൊണ്ടിരിക്കണേ ഗ്രൂപ്പില് ആര് പറയും പറയുന്നു പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ സൈൻ ഔട്ടിന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കു കയറിയോ ഇല്ലെന്ന് എനിക്കറിയില്ല. ചിക്കു ജോയിൻ ആയിട്ടില്ല. വേറെ ആരെങ്കിലും പറയും? സൈൻ ഇൻ. സൈൻ ഇൻ ഞാൻ പറഞ്ഞു മിസ് മിൽഡ്രോസിനെ ഈ മോണ്ടിസോറി ക്ലാസ്സിലോട്ട് സ്വാഗതം. പോരെ Thought ആരാ? Yes, ma'am. Good afternoon, ma'am, and my dear friends. Thought for the day. The success of today is built on small efforts of yesterday. I repeat, the success of today is built on the small efforts of yesterday. Have a nice day. Thank you. Okay. നമ്മുടെ തേർഡ് യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് യൂണിറ്റ് 8. ടെക്സ്റ്റ് ബുക്ക് എല്ലാവർക്കും കിട്ടിയോ? Yes, ma'am. ഓക്കെ. യൂണിറ്റ് 8 ചൈൽഡ് വെൽഫെയർ. നെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കി. കുഴപ്പമില്ല കേട്ടോ. ചിക്ക് ജോയിൻ ആയില്ലേ? ഓക്കെ, സൈൻ ഔട്ട് പറഞ്ഞാൽ മതി. സൈൻ ഇൻ കഴിഞ്ഞു കേട്ടോ. ആണോ? ഓക്കെ ഓക്കെ. ചൈൽഡ് വെൽഫെയറിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ. വായിച്ചു കഴിഞ്ഞോ? Yes, ma'am. ഓക്കെ, എന്താ മനസ്സിലായേ അനുഷ? എന്താണ് ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞാല്? അവരുടെ വിദ്യാഭ്യാസം മാത്രം പോരാ, ആ, നല്ല നാടിനെ കുറിച്ചും ഒക്കെ നല്ല ഒരു സിറ്റിസൺ ആയിട്ട് അവരെ വളർത്തണം എന്നുള്ളതാണ്. അനുപ്രിയ എന്താ മനസ്സിലായേ? മിസ്, ഞാൻ വായിക്കണുള്ളൂ, എനിക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ഓക്കെ, ഇതിൽ നോക്കിയിട്ട് വായിക്കണേ. വായിച്ചു കഴിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. പറയാട്ടോ. ഓക്കെ ഓക്കെ. ആരെങ്കിലും വായിച്ചു കഴിഞ്ഞോ? മിസ്സേ, കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേഷന്റെ അസറ്റ് ആണ്. അപ്പൊ അവരെ നമ്മൾ നല്ല രീതിയിൽ വളർത്തണം. പിന്നെ അവരെ ഹെൽത്ത് ഒക്കെ നമ്മൾ നല്ല കെയർ ചെയ്യണം. നല്ല ന്യൂട്രീഷൻ ഫുഡും ബാലൻസ്ഡ് ഡയറ്റും ഒക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ അവർക്ക് നല്ല മെഡിക്കൽ ചെക്കപ്പും കെയറിങ്ങും ഒക്കെ കൊടുക്കണം. അസുഖങ്ങളൊന്നും വരാതെ അവരെ പ്രൊട്ടക്ട് ചെയ്യണം. കാരണം നമ്മളുടെ വരുന്ന തലമുറ അവരാണ്. അപ്പൊ നമ്മുടെ നേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഒക്കെ അവരാണ് പ്രവർത്തിക്കേണ്ടത്. പിന്നെ അതേപോലെ തന്നെ സൊസൈറ്റിയില് ബാക്കിയുള്ള ആൾക്കാരായിട്ടൊക്കെ ഇടപഴകുമ്പോഴും ഓരോ ഡ്രഗ്സ് അങ്ങനത്തെ ഒക്കെ ഇതിലേക്കൊന്നും പോവാതെ നമ്മൾ അവരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് വളർത്തണം. താങ്ക് യു മിസ്. റീന നെക്സ്റ്റ്. ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞാൽ ശിശുക്ഷേമം. ശിശുക്ഷേമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അതേപോലെ സാക്ഷരതയോ നൽകുന്നതിനപ്പുറത്തുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു കുട്ടികളെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു അസറ്റാണ്. അപ്പം അവരുടെ ഭാവിക്ക് അതിന് ശരിയായ രീതിയിൽ അവരെ പരിപാലിക്കുകയും വളർത്തുകയും വേണം. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് വൈദ്യ പരിശോധനകളൊക്കെ നൽകുകയും അതുപോലെ പോഷക സമൃദ്ധമായ ഫുഡൊക്കെ അവർക്ക് നൽകുകയും അവരെ സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യണം. അത്രേ ഉള്ളൂ മാം. ഓക്കെ, ഇപ്പൊ ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്നത് എന്താണ്? ശിശുക്ഷേമം അല്ലെ? നമ്മൾ പറഞ്ഞ എന്താണ് ഈ ചൈൽഡ് വെൽഫെയർ അല്ലെങ്കിൽ ശിശുക്ഷേമം എന്നത് എന്താണ്? വിദ്യാഭ്യാസമോ സാക്ഷരതയോ നൽകുന്നതിന് അപ്പുറത്തുള്ള ഒരു കൺസെപ്റ്റ് ആണ് ശിശുക്ഷേമം എന്ന് പറയുന്നത്. ചിൽഡ്രൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാഷന്റെ നാഷന്റെ ഒരു അസറ്റ് ആണ്, സ്വത്താണെന്ന് പറയാൻ പറ്റും അല്ലെ? അപ്പൊ അവരെ പ്രോപ്പർലി ആയിട്ട് കെയർ ചെയ്യാം. ചിൽഡ്രന്റെ നാഷന്റെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ അവർക്ക് എന്താണ് മെഡിക്കൽ ചെക്കപ്പുകള് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ അവർക്ക് ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ളതും ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഹാംഫുൾ ഇൻഫ്ലുവൻസ് അല്ലെ, ദോഷകരമായിട്ടുള്ള സ്വാധീനങ്ങളിൽ നിന്ന് അവരെ അകറ്റാനായിട്ട് ശ്രമിക്കുക, അവരെ പ്രൊട്ടക്ട് ചെയ്യാം അല്ലെ. നമുക്കറിയാം, ഇപ്പോ പേപ്പറിലൊക്കെ കാണാം അല്ലെങ്കിൽ ന്യൂസ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രഗ്സ് അതുപോലെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കുറെ അധികം കുഞ്ഞുങ്ങള് അകപ്പെടുന്നുണ്ട് അല്ലെ, ഇല്ലേ? അതുപോലെ തന്നെ കഞ്ചാവ്, അതുപോലെ തന്നെ മറ്റുള്ളവരെ ആക്രമിക്കുന്നത്, അങ്ങനെയുള്ള പല സിറ്റുവേഷൻസിലും എന്താണ് ഇങ്ങനെയുള്ള കുഞ്ഞു കുട്ടികളാണ് അകപ്പെടുന്നത്. അപ്പൊ അവരെ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അവർക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശിശുക്ഷേമം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ വെൽഫെയർ ഇൻക്ലൂഡ്സ് ഓൾവേസ്
ഏതൊക്കെയാണെന്ന് വായിച്ചു നോക്കിയേ. ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി വായിച്ചു നോക്കാം കേട്ടോ ഡയറക്റ്റ്. ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി. മാം പറയട്ടെ മാം. പറഞ്ഞു. കുട്ടിയുടെ ഫാമിലി സറൗണ്ടിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കുട്ടിയുടെ വെൽഫെയറിനെ വല്ലാതെ ബാധിക്കുന്നൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കണ്ടന്റാണ് ഫാമിലി സറൗണ്ടിങ്സ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ലതല്ലെങ്കിൽ കുട്ടിയുടെ ജീവിതത്തിന് അതിൻ്റെ ഡെവലപ്മെന്റിനെയും വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഫാമിലി ഒരു മിനിമം വെൽബീയിങ് എങ്കിലും ഫാമിലിയിൽ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം കുട്ടിക്ക് വളരാൻ ഫാമിലിയിൽ മിനിമം ലെവലിലെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിയുടെ നല്ലൊരു ഹെൽത്തി ഹാബിറ്റ്സ്, നല്ല ശീലങ്ങൾ, അത് കുട്ടിയുടെ സോഷ്യൽ ഇടപെടലുകളായാലും നല്ലൊരു ഹെൽത്തി ഹാബിറ്റ്സ് കുട്ടികളിൽ വീട്ടിൽ തന്നെ നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. സത്യത്തിൽ കുട്ടിയുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ആ കുട്ടി എന്തിനെ കുറിച്ചൊക്കെ അറിയുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ആ കുട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ശരിക്കും ആ ഒരു കുട്ടിയുടെ ഹെൽത്തിനെ തീരുമാനിക്കുന്നൊരു കാര്യം. അതുകൂടാതെ തന്നെ ഹെൽത്ത് ഹാബിറ്റ്സും കുട്ടിയുടെ ചിന്താഗതിയും ഒക്കെ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ആണ് കുട്ടിയുടെ ഈ കാര്യങ്ങൾക്കുള്ള ആദ്യപടി എന്ന് നമുക്ക് പറയാം, അല്ലേ മാം? നെക്സ്റ്റ് ആർക്ക് പറയാൻ പറ്റും? പറയട്ടെ. ചിൽഡ്രൻ ആൻഡ് ഫാമിലി. അപ്പോൾ നമ്മളൊരു കുട്ടി വളരുന്ന ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആ കുട്ടിയുടെ വെൽഫെയറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഫാമിലിയുടെ ആ ഒരു സിറ്റുവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ലൈഫിനെയും അതുപോലെ തന്നെ ആ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ എല്ലാം അത് നല്ല രീതിയിൽ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചൈൽഡ് വെൽഫെയർ സ്കീംസ് ഫാമിലി ലെവലിൽ നമ്മൾ കൊണ്ടുവരേണ്ടതാണ്. അത് മാത്രമല്ല ആ കുട്ടിയുടെ ഫാമിലി ആ ഫാമിലി തന്നെ ഒരു വെൽബീയിങ്ങിലാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുമാണ്. അത് മാത്രമല്ല കുട്ടികളുടെ നമ്മൾ ഹെൽത്തി ഹാബിറ്റ്സ് ഒരു ഫാമിലി ബാക്കിയുള്ളവരെല്ലാം ആ കുട്ടികളുടെ ഹെൽത്തി ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യണം. നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മളൊരു കുട്ടിക്ക് എന്ത് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ കുട്ടി എന്തത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പം നമ്മൾ ഹെൽത്തി ഹാബിറ്റ്സ് ഇങ്ങനെ ചെയ്യണം. ഇപ്പം മോർണിംഗ് നമ്മൾ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യണം, നമ്മൾ ഫ്രഷിനപ്പ് ആവണം, കുളിക്കണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കുട്ടിയല്ല. നമ്മൾ ആ കുട്ടിയെ കൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് കുട്ടിക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നതിലാണ് അതിൻ്റെ ആ ഒരു കാര്യം വരുന്നത്. പിന്നെ നമുക്ക് ഈ നമ്മുടെ ഒരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിൽ ഇതെല്ലാം നമുക്ക് ഈ ഒരു ഹെൽത്തി ഹാബിറ്റ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ആർക്കെങ്കിലും പറയണമെന്നുണ്ടോ? ഷാനിബ. ഷാനി. അനുഷ പറയുന്നുണ്ടോ? പറയട്ടെ മാം. പറഞ്ഞോ. ഈ കുട്ടികൾക്ക് ഏറ്റവും ആദ്യം പ്രൈമറി സ്കൂളിലും പോണ മുമ്പേ ഉള്ള
ഇതെന്ന് പറയുന്നത് ഫാമിലിയാണ്. സോ ഫാമിലിയിലാണ് എല്ലാം അവർ കണ്ട് പഠിക്കണതും ചെയ്യണതും ഒക്കെ. അപ്പൊ അവിടെ ഒരു നല്ല ഒരു ബാക്ക്ഗ്രൗണ്ടും നല്ല ഒരു വെൽ ബിഹേവ് ഉള്ള ഒരു ഫാമിലി ആണെങ്കിൽ ഈ പിള്ളേരെ നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഇതാക്കണം. നമ്മൾ പ്രവർത്തിക്കുന്നത് എന്താണോ അത് അബ്സർവ് ചെയ്ത് അവരും അതിനെ പ്രവർത്തിക്കാൻ തുടങ്ങും. അതാണ് മെയിനായിട്ട് ഫാമിലിയിൽ ഇതുള്ളത്. അപ്പോൾ എന്ത് നല്ലത് നമ്മൾ ഉണ്ടെങ്കിലും നമ്മൾ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ അത് അവർ അങ്ങനെ തന്നെ അവർ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യും. ഈ പിള്ളേർക്ക് ഈ ലൈക് ചിൽഡ്രൻസിന് പറയണത് ആദ്യം സ്കൂളിന് പോണ മുമ്പ് തന്നെ ഫസ്റ്റ് വീടാണ് അവരുടെ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് വരും. നല്ല ഇത് എഡ്യൂക്കേഷൻസും നല്ല ഹാബിറ്റ്സ് ഒക്കെ സ്കൂളിൽ പഠിക്കണ മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് തന്നെ അവർ പഠിച്ച് പോവുകയാണെങ്കിൽ അത് തന്നെ ആയിരിക്കും പിന്നെ അവർക്ക് എല്ലാം മുന്നോട്ട് അറിയാൻ പോണ കാര്യങ്ങളെല്ലാം ഈ നമ്മൾ ഫസ്റ്റ് ബേസ് എന്ന് പറയത്തില്ല, ബേസിൽ നമ്മൾ എന്ത് തുടങ്ങുന്നു അത് തന്നെ ആയിരിക്കും. സോ ഫാമിലി ആയിരിക്കണം ഏറ്റവും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആദ്യം മുൻഗണന ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ചിൽഡ്രൻ ആൻഡ് ദ ഫാമിലിയിൽ പറയുന്നത് എന്താണ്? നമുക്ക് എന്താണ് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട ഒരു ഇമ്പോർട്ടന്റ് ഘടകം അല്ലെ, കുട്ടിക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് ഫാമിലി സറൗണ്ടിങ്സ് ആണ് അല്ലെ. ഫാമിലി നല്ല ഗുഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആണെങ്കിൽ എന്താണ് അവൻ അതുപോലെ തന്നെ തുടർന്നുകൊണ്ട് പോകും അല്ലെ. ഫാമിലിയിലെ ശീലങ്ങളും എല്ലാതും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നല്ല ഒരു ഫാമിലി ആണെങ്കിൽ അവൻ എന്താണോ നമ്മൾ അനുഷ്യ പറഞ്ഞതുപോലെ തന്നെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താണ് അവൻ എന്താണോ അവന്റെ അച്ഛനമ്മമാര് ചെയ്യുന്നത് എന്താണോ അല്ലെങ്കിൽ അമ്മമാര് ചെയ്യുന്നത് എന്താണോ അതേ രീതിയിലുള്ള ശീലങ്ങളാണ് അവൻ തുടർന്നുകൊണ്ട് പോകുന്നത്. അതർവൈസ് ആണെങ്കിലോ അതായത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ചീത്ത ശീലങ്ങളിലേക്ക്, ചീത്ത കൂട്ടുകെട്ടിലേക്ക് അല്ലെങ്കിൽ ചീത്ത ഹാബിറ്റ്സിലേക്ക് അവൻ പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഹെൽത്തി ഹാബിറ്റ്സിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അല്ലെ. അവൻ അവനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നതിലല്ല, എന്താണ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം അല്ലെ. എന്താണ് പിൻസി പറഞ്ഞു അല്ലെ, എന്താണ് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അവൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനെ എന്ത് പറഞ്ഞു കൊടുക്കണം എന്നല്ല, നല്ല രീതിയിൽ നമ്മൾ അവനെ ചെയ്യിപ്പിക്കുക, എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച് അങ്ങനെ ശീലിപ്പിക്കുമ്പോൾ അവനെന്താണ് അവന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു ഹെൽത്തി ഹാബിറ്റ്സ് എങ്ങനെയാ പഠിക്കുന്നത്? ഒരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷനിലൂടെ അത് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഗുഡ് ടച്ച്, ബാഡ് ടച്ച് ഒക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ട് മാം, പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിക്കാത്തവര് ശ്രദ്ധിക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. എങ്ങനെയൊക്കെയാണ് ഇപ്പോ എന്താണ് നല്ല ശീലങ്ങള്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങള് പറഞ്ഞു കൊടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണല്ലേ ഈ കാലഘട്ടത്തിലൊക്കെ. നമുക്കറിയാം ഇപ്പൊ ന്യൂസ് പേപ്പർ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ന്യൂസ് വെച്ച് കഴിഞ്ഞാലും എന്താണ് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള പീഡനങ്ങള്, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ അതനുസരിച്ച് നമ്മൾ മാതാപിതാക്കളും ഇപ്പൊ എന്താണ് സ്വന്തം അച്ഛനെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് ഇപ്പോ നിലനിൽക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്താണ്, ഗുഡ് ടച്ച് എന്താണെന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ നല്ല രീതിയിൽ അവരെ ജീവിത ശൈലികള് നമ്മൾ പറഞ്ഞു കൊടുത്ത് ശീലിപ്പിച്ച് എക്സ്പീരിയൻസ്ഡ് ആക്കിക്കാം. ഇനി നോക്കിയേ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം ഏതൊക്കെയാണെന്ന് വായിച്ചു നോക്കിയേ. ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്റെ മോന് സ്കൂളിലെ ആക്ഷൻ സോങ്ങിന് പ്രൈവറ്റ് പാർട്സിന്റെ ഒരു ആക്ഷൻ സോങ് പാടിയിട്ട് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏത് ദിവസം ഇനി മോനെ കൊണ്ട് പഠിപ്പിക്കണം കേട്ടോ അവിടെ ക്ലാസ്സില്. ഉണ്ടോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വീഡിയോ ഓൺ ആക്കിയിട്ടൊന്ന് പാടി എല്ലാവർക്കും കാണാലോ. വീഡിയോ ഓൺ ആക്കിയിട്ടില്ലല്ലോ, കാണാൻ പറ്റുന്നില്ല. These are my private parts, private parts, private parts. These are my private parts. Nobody should see them. Nobody should touch them. Nobody should see them. If you touch my private parts, private parts, private parts. If you touch my private parts, I will tell my mommy, I will tell my daddy,
I will tell my teacher because these are my private parts. Private parts. Private parts. These are my this is my body. I have boundaries. Thank you, everyone. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങള് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കാം കേട്ടോ. മോൻ എത്രയിലാ പഠിക്കുന്നേ? UKG. UKG. പേരെന്താ? Diya Ganesh. ആ, ഓക്കെ, നന്നായിരുന്നു കേട്ടോ ആക്ഷൻ സോങ്. ഓക്കെ, Thank you, ma'am. ഓക്കെ, ഇനിയും പനിയൊക്കെ സോങ് പഠിച്ചിട്ട് പാടണം കേട്ടോ മിസ്സിന്റെ ക്ലാസ്സില്. പാടോ? ഓക്കെ. പനിയാണ്. പനിയാണോ? ഇന്ന് പോയിട്ടില്ലേ അപ്പൊ ക്ലാസ്സില്? ഇല്ല. ഓക്കെ, ഡോക്ടറെ കണ്ടോ? കണ്ടു. ഓക്കെ, മരുന്ന് കഴിച്ചോ എന്നിട്ട്? കഴിച്ചു. ആ, ഓക്കെ, മരുന്ന് കഴിച്ച് ഗുഡ് ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോംസ് എന്ന് വായിച്ചു നോക്കിയേ. ഏതൊക്കെയാണ് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങള് ആണ് കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കാം കേട്ടോ പോയിന്റ്സ്. മാം പറയട്ടെ. ആ, പറഞ്ഞോളൂ. നമ്മളുടെ പാരഗ്രാഫ് ഫാമിലി പോയിന്റ്സ് മാത്രമല്ല, പാരഗ്രാഫ് കൂടി നോക്കണം. നോക്കിയോ? ഓക്കെ മാം, താഴത്തെ ഓക്കെ. നമ്മളെ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചാണ്, ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചാണ് ഇതിൽ കാര്യമായിട്ട് പറയുന്നത്. നമ്മളുടെ ഫാമിലി കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം. എന്തൊക്കെയാണ് അവരെ സ്വയം ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, വ്യക്തി ശുചിത്വം പാലിക്കാൻ അവർക്ക് എന്തൊക്കെ ട്രെയിനിങ് വീട്ടിൽ നിന്ന് കൊടുക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. കുട്ടികളെ തീർച്ചയായിട്ടും ഭക്ഷണത്തിന് മുമ്പും ഭക്ഷണം കഴിച്ചതിന് ശേഷവും, കൂടാതെ ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷവും കൈ വൃത്തിയായിട്ട് കഴുകണം സോപ്പ് ഉപയോഗിച്ചിട്ട്. നിത്യവും കുളിക്കണം. സ്കൂളിൽ പോകുന്നതിന് മുമ്പും പോയി തിരിച്ചു വന്നു കഴിഞ്ഞാലും തീർച്ചയായും കുളിക്കാതെ ഉറങ്ങുക ഒന്നും ചെയ്യരുത്. കൂടാതെ പിന്നെ ദിവസവും ടോയ്ലറ്റ് പോകുന്ന ശീലം കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. കുട്ടികൾ രാവിലെയും പിന്നെ ഉറങ്ങുന്നതിന് മുന്നേയും അവർ ബ്രഷ് ചെയ്യാനും പഠിപ്പിച്ചിരിക്കണം. പിന്നെ മതിയായ അളവിൽ വെള്ളം കുടിക്കാനുള്ള ശീലം കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റുകളൊക്കെ വാഷ് ഔട്ട് ചെയ്ത് ബോഡി ഹെൽത്തി ആയിരിക്കാൻ അവർക്ക് ഇത് സഹായിക്കുള്ളൂ. ഇത് കൂടാതെ വീട്ടുകാർ വേറെ പിന്നെ നമുക്ക് പൊതുവെ ഈ ജലദോഷം, തുമ്മൽ, അങ്ങനെ അലർജിക് പ്രോബ്ലംസും പിന്നെ ഈ അസുഖങ്ങൾ വരുമ്പോഴുള്ള ഈ സിംറ്റംസ് ഒക്കെ ഉള്ള സമയങ്ങളിൽ ഹാൻഡ് കർച്ചീഫ് ഉപയോഗിക്കുന്ന ഒരു ശീലം പഠിപ്പിക്കണം. എല്ലാവരും ഉള്ള സമയത്ത് ചുമയ്ക്കുക, തുമ്മുക അതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഒരു കർച്ചീഫ് ഉപയോഗിച്ച് തുമ്മാനും ഉള്ള ശീലം കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. പിന്നെ പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. പിന്നെ പൊതുസ്ഥലങ്ങളിൽ മൂത്രം ഒഴിക്കുക. പിന്നെ നമ്മളുടെ മീൻസ് ബാത്റൂം ഒക്കെ പുറത്ത് പോകരുത്. പിന്നെ കൂടാതെ ചെരുപ്പില്ലാതെ പുറത്തേക്ക് പോവുക എന്നുള്ള അങ്ങനത്തെ അൺഹൈജീൻ ഹാബിറ്റ്സ് ഒക്കെ ഒഴിവാക്കി നല്ല വൃത്തിയുള്ള വ്യക്തി ശുചിത്വം പാലിക്കണമെന്ന് കുട്ടികൾക്ക് അമ്മമാരും വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കേണ്ട ശീലങ്ങളാണ്. ഇത് ഫാമിലിയുടെ ഡ്യൂട്ടിയാണ്. നല്ലൊരു സിവിലൈസ്ഡ് സൊസൈറ്റി നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. ഫാമിലിയുടെ ഡ്യൂട്ടിയാണത്. ഓക്കെ, നെക്സ്റ്റ് ആര് പറയാം? മായ. ഹലോ, കേൾക്കാമോ മിസ്സേ? ആ, പറഞ്ഞു.
നമ്മുടെ ഫാമിലിയിൽ നല്ല കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കുമ്പോഴും കഴിക്കുന്നതിന് മുൻപും കഴിച്ചതിന് ശേഷവും ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോഴൊക്കെ കൈ വാഷ് ചെയ്യണം സോപ്പ് ഉപയോഗിച്ചിട്ട്. പിന്നെ എന്നും കുളിക്കണം. പിന്നെ ടോയ്ലറ്റ് ഹാബിറ്റ്സ് മസ്റ്റായിട്ടും പഠിപ്പിക്കേണ്ട കാര്യമാണ്. എല്ലാ ദിവസവും ബാത്റൂമിൽ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ കൊച്ചുനാൾ മുതൽ നമ്മളത് ശീലിപ്പിച്ചെടുക്കേണ്ടതാണ്. ക്ലീൻ ടീത്താണ്. ടീത്ത് മോർണിംഗിനും രാത്രിയിലും നൈറ്റിലും മസ്റ്റായിട്ടും ബ്രഷ് ചെയ്യണം. അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളാകുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിക്കാറില്ല. ടീച്ചേഴ്സും അതുപോലെ തന്നെ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ സ്കൂളിൽ മിക്കവാറും പിള്ളേർ കൊണ്ടുപോകുന്ന വെള്ളം അത് കണക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് കുടിക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ചെയ്യിപ്പിക്കണം. ഹാൻഡ് കർച്ചീഫ് ഉപയോഗിക്കുന്നത് വളരെ ചെറുതിൽ തന്നെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് വേണം, കർച്ചീഫ് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഫ്ലീറ്റ് നമ്മൾ ചെരുപ്പില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ അനുവദിക്കരുത്. യൂറിൻ പാസ് ചെയ്യുന്നത് ഓപ്പൺ സ്പേസിലൊന്നും സമ്മതിക്കരുത്. അതൊക്കെ കുഞ്ഞുങ്ങൾ അത് മനസ്സിലാക്കി കൊടുക്കണം. അതിനവരുടെ ഡ്യൂട്ടിയാണെന്നും കടമയാണെന്നും കർത്തവ്യമാണെന്നും എന്നുള്ള രീതിയിൽ സമൂഹത്തിൽ നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണെന്ന് വളരെ കുഞ്ഞുനാളിൽ മുതലേ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെയും ഡ്യൂട്ടിയാണ് എന്ന് കരുതി എല്ലാവരും പഠിപ്പിക്കുക. ഓക്കെ, ഞാൻ പറയേണ്ട അല്ലെങ്കിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമല്ലോ, പോയിന്റ്സ് ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മളിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഡ്രിങ്കിങ് സഫിഷ്യന്റ് വാട്ടർ ടു ക്ലിയർ ഔട്ട് ദി സിസ്റ്റം. നമ്മള് കുഞ്ഞുങ്ങളല്ല മുതിർന്നവരും വെള്ളം കുടിക്കണം ആവശ്യത്തിന്. എന്നാൽ മാത്രമാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത് കുറയുള്ളൂ. അതുപോലെ യൂറിൻ പാസ് ചെയ്യണം അല്ലെ കറക്റ്റ് ആയിട്ട്. ഡീഹൈഡ്രേഷൻ ഓക്കെ. അതുപോലെ തന്നെ ആരാണ് ഞാൻ ഫുഡ് എടുക്കുമ്പോ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എടുക്കുമ്പോ ചോദിച്ചിട്ടുണ്ട്, കാലത്ത് തന്നെ എണീക്കുമ്പോ ചായ കുടിക്കുന്നവരാരൊക്കെയാണ് അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നവരാരൊക്കെയാണെന്ന്. ഇപ്പൊ ആ ശീലം തുടരുന്നുണ്ടോ? ചായ കുടി കാലത്ത് തന്നെ എഴുന്നേൽക്കുമ്പോ ഏർലി മോർണിംഗ് എണീക്കുമ്പോ ചായ കുടിക്കുന്നത് ഇല്ല. ഓക്കെ, റീന കുടിക്കാറില്ല. ഓക്കെ, ആരും ചെയ്യാറില്ല. ഓക്കെ, ഇപ്പൊ വെള്ളം കുടിയിലോട്ട് മാറ്റിയല്ലേ? ഓക്കെ, വെള്ളം നല്ല നല്ല രീതിയിൽ കുടിക്കാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് രോഗങ്ങളെ കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മളിപ്പോ വെള്ളം കുടിക്കാതിരുന്നാൽ എന്താണ് വളരെ ബുദ്ധിമുട്ട് വരാറുണ്ട് അല്ലെ? മോഷണമൊക്കെ പോവാനായിട്ട് ബുദ്ധിമുട്ട്, കുഞ്ഞു മക്കൾക്കായാലും എന്താണ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് ഇല്ലേ? അപ്പോ അതൊക്കെ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ അവിടെ വെള്ളം കുടിപ്പിക്കുക. അതുപോലെ ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സുകൾ കൊടുക്കാനായിട്ട്, സ്റ്റഫി ഫുഡ്സ് ഒന്നും കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി നെക്സ്റ്റ് ആണ് ദ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. The children who are distressed or physically, society or culture disadvantaged should be given special opportunities to improve their educational accomplishment. The children who needs offsetting education at preschool level as the following types. നിങ്ങള് ഇനി പഠിക്കാൻ പോകുന്നത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെ കുറിച്ചാണ്. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്താണ് ഉദ്ദേശിക്കുന്നത്? പരിമിതികളുള്ള കുട്ടികൾ അല്ലെ? എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികൾ, ഓട്ടിസം പോലത്തെ കുട്ടികളാണോ? ഓട്ടിസം ഉണ്ടാവും, മെന്റൽ റിട്ടാർഡ് ചിൽഡ്രൻസ് ഉണ്ടാവും. പറയാൻ പറ്റും നമുക്ക്? എന്താ പറഞ്ഞ കേട്ടില്ല ബസ്? ഹൈപ്പർ ആക്റ്റീവ് സ്റ്റുഡൻസും ഉണ്ടാകാറില്ല ക്ലാസ്സിൽ. ADHD. പിന്നെന്താ? പോളിയോ. എന്താണ്? കേട്ടില്ല. പോളിയോ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഹാൻഡിക്യാപ്ഡ്. ഓക്കെ. അതുപോലെ വിഷ്വലി ഇമ്പയർമെന്റ് അല്ലെ? കാഴ്ചശക്തി കുറവുള്ള കുട്ടികൾ ഉണ്ടാകും അല്ലെ? ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ളത്. എന്താണ് സുബി? കേട്ടില്ല, ക്ലിയർ ആയില്ല.
ഓട്ടിസിസം ഉള്ള പിള്ളേര്, പിന്നെ പറഞ്ഞിരുന്നു. ഓക്കെ ഡെഫ് ഡം പിള്ളേരുണ്ട്. ആ അവരൊക്കെ നമ്മുടെ സ്പെഷ്യൽ നീഡ്സിൽ ബേസിക്കലി വരുന്നത്. ഓക്കെ. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇനി പറയാൻ പോകുന്നത് സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ പ്രത്യേകതകള്, അവരൊക്കെ എന്തൊക്കെയാവാം ഇങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഒരു ജസ്റ്റ് ഒരു എന്താണെന്നുള്ളതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് റെഫേഴ്സ് ടു children with special needs refers to children who require specific care, comma attention, specific care, comma attention, and accommodations, due to condition, like physical impairment, empowerment ആണോ അതോ മിസ് എൻവയോൺമെന്റ് എന്നാണോ എന്തുവാ? ഇല്ല ഇവിടെ നോക്കിയേ, വിഷ്വൽ ഇമ്പയർമെന്റ് കണ്ടോ, അത് തന്നെയാണ് കേട്ടോ. IMPARIMEN, impairment, comma learning disabilities, learning disabilities or developmental delay, which may impact their learning, comma development or daily development or daily functioning. ഒന്നുകൂടി വായിക്കാം. Children with the special needs refers to children who require specific care, attention, and accommodations due to conditions like physical impairment, learning disabilities, or developmental delay, which may impact their learning, development, or daily functioning. Okay. എന്താണ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാരീരിക വൈകല്യങ്ങള്, പഠന വൈകല്യങ്ങള്, അതുപോലെ വികസന കാലതാമസം വരുന്നത് തുടങ്ങിയ അവസ്ഥകൾ കാരണം പ്രത്യേക പരിചരണവും ശ്രദ്ധയും ആവശ്യമുള്ള കുട്ടികളെയാണ് നമ്മൾ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അവരുടെ പഠനത്തെയും വികാസത്തെയും ദൈനംദിന പ്രവർത്തനത്തെയും ബാധിച്ചേക്കാം ഇല്ലേ. അവർക്ക് ഓരോ കാര്യങ്ങൾ ഇപ്പോ എന്താണ് ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളെയൊക്കെ നമ്മൾ എന്താണ് അവർക്കൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. ഇപ്പൊ കഴിപ്പിക്കാനായിട്ടായാലും അതുപോലെ പഠിക്കുന്നതില്, അതുപോലെ ഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നതില് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും ടീച്ചേഴ്സ്മാര്. അപ്പൊ അങ്ങനെ എന്താണ് കാണുന്നില്ല സുബീന, എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഞാൻ. അല്ല മാമിനെ കാണാൻ പറ്റുന്നില്ല, നെറ്റ് ഇഷ്യൂ ആയിരിക്കണം. ഓക്കെ.
അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്ന സ്റ്റുഡൻസിനെയാണ് എന്ന് പറയുന്നത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത്. പല രീതിയിലും വരാം കേട്ടോ. നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് വിഷ്വൽ ഇമ്പയർമെന്റ്, ഹിയറിംഗ് ഇമ്പയർമെന്റ്, അതുപോലെ തന്നെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ളത്, മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ, അങ്ങനെ പലതരത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് പോയിന്റ് നോക്കാം. ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്. ഒന്ന് വായിച്ചു നോക്കിയേ, വായിച്ചു നോക്കാം കേട്ടോ. മാം കഴിഞ്ഞു. ഞാൻ തന്നെ പറയണോണ്ട് ബുദ്ധിമുട്ടുണ്ടത്. വേറെ ആരെങ്കിലും എന്ന് പറയൂ. റസീദ് തന്നെയാണ് എല്ലാതും പറയുന്നത്. വേറെ ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഓക്കെ, ഞാൻ പേര് വിളിക്കാം. ഷംസി. ഷംസി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഹലോ മാം. ആ, പറഞ്ഞോളൂ, എക്സ്പ്ലെയിൻ ചെയ്തോളൂ കേട്ടോ. ഇല്ല മാം, നോക്കണുള്ളൂ, അതിന്റെ മീനിങ് നോക്കണുള്ളൂ, മനസ്സിലാക്കിയിട്ട്. നെക്സ്റ്റ് പറയാം. ഓക്കെ. സൂര്യ GP. സൂര്യ. വിസ്മയ. വിസ്മയ രാകേഷ്. എല്ലാവരും നോക്കുന്നുള്ളോ? ഓക്കെ ഓക്കെ ഓക്കെ, റീന പറഞ്ഞോളൂ. ജന്മന ഈ കുട്ടികൾക്ക് കാഴ്ചശക്തി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് അന്ധരാകുകയോ ചെയ്യാം. അതേപോലെ വസൂരി, മെനിഞ്ചൈറ്റിസ്, ട്രോക്കോമ, പനി, പൊള്ളല്, അപകടകരമായ എന്തെങ്കിലും വിഷമുള്ളതോ ആയ രാസവസ്തുക്കളോ സമ്പർക്കം മൂലമോ അങ്ങനാണ് എനിക്ക് കാഴ്ചശക്തി കുറയാനായിട്ട് കാരണമാകുന്നത്. അതുപോലെ കാഴ്ച വൈകല്യത്തിന്റെ കാഠിന്യം കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകം വിദ്യാഭ്യാസം ആവശ്യമാണ്. അതേപോലെ ഈ കുട്ടികളുടെയൊക്കെ മാതാപിതാക്കൾക്ക് അവരുടെ കണ്ണ് എങ്ങനെ ആരോഗ്യപരമായിട്ട് എങ്ങനെ നിലനിർത്താമെന്നതിനും ശരിയായ മാർഗനിർദ്ദേശമൊക്കെ നൽകണം. പിന്നെ അതുപോലെ കണ്ണുകൾക്കൊക്കെ ദോഷകരമായ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ അകന്ന് നിൽക്കാനായിട്ട് നമ്മൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ നേത്ര പരിശോധനയോ അതൊക്കെ ക്രമീകരിക്കുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞോ? പേര് വിളിച്ചവര്
ഷംസി നോക്കിക്കഴിഞ്ഞോ? ഹലോ മാം. ആ പറഞ്ഞോളൂ. കാഴ്ച വൈകല്യമുള്ള കുട്ടികൾ, ജന്മന കാഴ്ച വൈകല്യമുള്ള കുട്ടികളോ അതോ ചിക്കൻ ബോക്സ്, മെനിഞ്ചിറ്റിസ്, ട്രോക്കോമ, പൊള്ളല് ഇതൊക്കെ ബാധിച്ച കുട്ടികളില്, പിന്നെ അതുപോലെ വിഷവാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ച വൈകല്യങ്ങൾ വരുമല്ലോ, അങ്ങനത്തെ കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വേണം. പിന്നെന്താണ് കുട്ടികളെ പേരൻസ് അവരെ ഗൈഡ് ചെയ്യിപ്പിക്കണം, ഇതിനെ പറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കണം. മാം അതൊക്കെ മനസ്സിലായി. ഓക്കെ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മിസ് ഇതിപ്പോ കുട്ടികൾ ജനിക്കണതിന് മുമ്പ് ഉള്ള പറയണത്. ഇതിൽ വായിച്ചിട്ട് എനിക്ക് അത്ര ക്ലിയർ ആവണില്ല. ജനിച്ചു കഴിഞ്ഞ പറയാം എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറയുന്നത് കുട്ടികള് ഒന്നില്ലെങ്കിൽ ജനിക്കുമ്പോൾ തന്നെ, ജനിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ എന്താവാം ഇങ്ങനെയുള്ള കാഴ്ച കുറവ് സംഭവിക്കാം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്നാണ് അവിടെ അടുത്ത പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ചിക്കൻ ബോക്സ് വരുമ്പോ, സ്മോൾ ബോക്സ് എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോക്സ്, വസൂരിയില്ലേ അത്. അതുപോലെ തന്നെ മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെനിഞ്ചസ് എന്ന് പറയുന്നത് തലച്ചോറിന്റെ ഒരു ആവരണമാണ്. അതിനകത്ത് വരുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോ അത് വരുമ്പോഴും ഇങ്ങനെയുള്ള കാഴ്ചക്കുറവ് സംഭവിക്കാം. അതുപോലെ തന്നെ ട്രോക്കോമ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. എഫക്റ്റഡ് യുവർ ഐസിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ, അത് ഐസിനെയാണ് ബാധിക്കുന്നത്. അപ്പൊ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ട്രോക്കോമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്കാർലറ്റ് ഫീവർ എന്ന് പറഞ്ഞാല് പനിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അതിന്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് ഈ റെഡ് ലൈൻസ്, അതുപോലെ തന്നെ റെഡ് റാഷ്, അതുപോലെ തന്നെ ഹെഡ് ഏക്ക് ഉണ്ടാകുന്നുണ്ട്, ഫീവർ ഉണ്ടാകുന്നുണ്ട്, ത്രോട്ട് പെയിൻ, അങ്ങനെയുള്ള കാരണങ്ങളാണ് ഈ സ്കാർലറ്റ് ഫീവറിന്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പനികള്, അതുപോലെ പൊള്ളുന്നത്. അഞ്ചാം പനി പോലെയാണോ? അഞ്ചാം പനിയല്ല, ഒരു ഏകദേശം ഒരു അടുത്ത് വരും. ഒരു റെഡ് ലൈൻസ് ഇതൊക്കെ തന്നെ അല്ലേ? യെസ്, അഞ്ചാം പനി അങ്ങനെയാണ്. എന്റെ മോൾക്ക് വന്നതാണ് കഴിഞ്ഞ ഒരു മാസമായിട്ടുണ്ടാവും. അപ്പോ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ആൾക്ക്. എന്നാലും പക്ഷെ ഇപ്പോഴുള്ള പനിയിലെ നമുക്ക് അറിയാൻ പറ്റില്ല, പല കാരണങ്ങൾ കൊണ്ട് വരാം. അപ്പൊ ആള് അങ്ങനെ ഒരാഴ്ച ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കാട്ടോ, പനിയൊക്കെ വരുമ്പോ വെച്ചോണ്ടിരിക്കരുത്, കുഞ്ഞുങ്ങളെ കൊണ്ടുപോവാ ഹോസ്പിറ്റലിൽ. അപ്പോ തന്നെ കൊണ്ടുപോയിട്ട് കാണിക്കാട്ടോ. ഓക്കെ, പല റീസൺസാ, പല കാരണങ്ങൾ കൊണ്ട് പനി വരാവുന്നതാണ്. അപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ പനി വന്നാല് വലിയവർക്കായാലും ചെറിയവർക്കായാലും അപ്പോ തന്നെ കിടപ്പിലാവുന്ന അവസ്ഥയാണ്. പനി വന്നു കഴിഞ്ഞാൽ അതിന്റെ സിംറ്റംസ് മാറാനായിട്ട് തളർച്ച, ഇപ്പോഴും എന്റെ മദറിൻലോയ്ക്കൊക്കെ വന്നിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല. പനി മാറി, പക്ഷെ എന്നാലും തളർച്ച, ക്ഷീണം, പിന്നീട് ഇപ്പോ എന്താ സോഡിയം കുറയാനായിട്ട് തുടങ്ങി. അങ്ങനെ ഓരോ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ശ്രദ്ധിക്കാം, അച്ഛനമ്മമാരെയൊക്കെ ശ്രദ്ധിക്കാം. നിങ്ങളായാലും കുഞ്ഞുങ്ങളായാലും വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ തന്നെ പനി വന്നു കഴിഞ്ഞാല് ഡോക്ടറെ കാണിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ. അപ്പൊ അതുപോലെ തന്നെ എന്താണ് പൊള്ളല്, അതുപോലെ തന്നെ പോയിസൺസ് ആയിട്ടുള്ള കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കുന്നത് വഴിയൊക്കെ കുഞ്ഞുങ്ങളിൽ ഇങ്ങനെയുള്ള വിഷ്വൽ ഇമ്പയർമെന്റ് ഉണ്ടാകുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ജനിക്കുമ്പോൾ ഉണ്ടാവും, അല്ലെങ്കിൽ പല റീസൺസ് കൊണ്ട് കുഞ്ഞുങ്ങളില് കാഴ്ച കുറവ് സംഭവിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കണം? സ്പെഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് കുഞ്ഞുങ്ങളുടെ ആ കണ്ണിന്റെ ആ കാഴ്ചയുടെ ഹെൽത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് മാതാപിതാക്കൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള അവരുടെ അവരുടെ ഐസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ കണ്ണിന്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ എന്താ പറയുന്നത്, കണ്ണിന്റെ നിങ്ങള് പണ്ട് പഠിച്ച കാലഘട്ടം സ്കൂൾ ടൈമിലൊക്കെ ഹെൽത്തിൽ നിന്ന് ആളുകൾ വരാറുണ്ട്, അല്ലെങ്കിൽ നഴ്സുമാരായാലും ഡോക്ടേഴ്സ് ആയാലും ചെക്ക് ചെയ്യാനായിട്ടൊക്കെ വരാറുണ്ടോ? നമ്മളെയൊക്കെ പരിശോധിക്കാൻ വന്നിരുന്നു അല്ലെ?
കണ്ണിന്റെ കാഴ്ചശക്തി, അതുപോലെ തന്നെ ചെവിയുടെ പരിശോധന ഇല്ലേ. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, ക്ലാസ് ടീച്ചേഴ്സിനെ അറിയിക്കും. ക്ലാസ് ടീച്ചേഴ്സിനെ അറിയിച്ച് അവരെന്ത് ചെയ്യും, മാതാപിതാക്കളെ അറിയിക്കും, പാരന്റ്സിനെ അറിയിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഉടനെ തന്നെ കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിക്കാം, കുട്ടീനെ ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യങ്ങൾ പാരന്റ്സിനെ അറിയിക്കുന്നുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, ഉടനടി കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് ഡോക്ടറെ കാണിച്ച് അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പീരിയോഡിക് ആയിട്ടുള്ള ഇവാലുവേഷനുകളും അതുപോലെ തന്നെ ഈ നല്ല രീതിയിൽ അവർക്ക് പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക്, വിഷ്വൽ ഇമ്പയർമെന്റ് ഉള്ള കുഞ്ഞുങ്ങൾക്ക്. ഇത്രമാത്രം മനസ്സിലാക്കാം. ജനിക്കുമ്പോഴുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺസ് കൊണ്ടോ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ ഇത് വരാം, വിഷ്വൽ ഇമ്പയർമെന്റ് സംഭവിക്കാം. പല രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ജനിക്കുമ്പോഴോ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള വിഷ്വൽ ഇമ്പയർമെന്റ് ഉണ്ടാവാം. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കണം, സ്പെഷ്യൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ പഠിച്ചിരുന്ന കാലഘട്ടത്തൊക്കെ ഇങ്ങനെയുള്ള വിഷ്വൽ ഇമ്പയർമെന്റ് ഉള്ള കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടോ നിങ്ങളുടെ ക്ലാസ്സില്? അവർക്ക് പ്രത്യേകമായിട്ട് അവർക്ക് എക്സാം ഒക്കെ പ്രത്യേകമായിട്ട് നടത്തി കൊടുത്തിരുന്ന എക്സാം ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യും, പക്ഷെ എഴുതാനായിട്ട് സബ് ഉണ്ടാവും. പിന്നെ അതുപോലെ മിസ്സേ ഈ സ്കാനിങ് ചെയ്യുമ്പോഴത്തേക്കും ഈ കണ്ണിന്റെ കുഴപ്പമുള്ള അറിയാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അറിയാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ കണ്ണ് കാഴ്ച അറിയാണ്ട് വന്നത് കേൾവിയുടെ. അപ്പൊ ഇപ്പൊ ഞാൻ അമ്മമാർക്ക് എന്തെങ്കിലും അസുഖം പെട്ടെന്ന് ആ സമയത്ത് വന്നെയാണെങ്കിലും പിള്ളേർക്ക് ഇത് ബാധിക്കാറുണ്ട്. ഇപ്പൊ മഞ്ഞപ്പിത്തമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അവരുടെ ബ്രെയിനിനെ ഇത് ബാധിക്കും എന്നാ പറയണത്. പിന്നീട് ജനിച്ചതിന് കുറച്ചാൾ കഴിയുമ്പോ തന്നെ ഭയങ്കര പ്രശ്നം. ഈ മെനിഞ്ചറ്റിസ് ഒക്കെ അങ്ങനെ ഉണ്ടാവാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നണം. ഒരു അറിവില് എന്റെ അനിയന് അമ്മയ്ക്ക് മഞ്ഞപ്പിത്തം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പത്തേക്കും അനിയന് ഇതുപോലെ തന്നെ എന്റെ അമ്മയ്ക്ക്. അപ്പൊ എന്റെ അനിയനെ പ്രഗ്നന്റ് ആയ സമയത്ത് അതിന് അനിയൻ ജനിച്ചു കഴിഞ്ഞപ്പോ അതിന് തലച്ചോറിൽ പഴുപ്പെന്നാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു മിക്കവാറും അത് മെനിഞ്ചറ്റിസ് ആയിരിക്കാം. പിന്നെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ആയുർവേദം ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തപ്പോ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഓർമ്മ എല്ലാം കറക്റ്റ് ആണ്. പക്ഷെ എനിക്കിപ്പോ ഇത് കേട്ടപ്പോ ഇത് വായിച്ചപ്പോ എനിക്ക് തോന്നി അമ്മ എപ്പോഴും പറയും മഞ്ഞപ്പിത്തം വന്ന് അതായിരിക്കും അവൻ അങ്ങനെ ഒരു അസുഖം വരാൻ കാരണം. ഇപ്പൊ ഈ മെനിഞ്ചറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് പണ്ടുള്ളവർ അങ്ങനെ വലിയ കണ്ടുപിടിച്ചാണ് മെനിഞ്ചറ്റിസിന് പകരം തലച്ചോറിൽ പഴുപ്പെന്ന് പറയണ, മനസ്സിലായ? ഇപ്പൊ മെനിഞ്ചറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒന്നും എന്താന്ന് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. നല്ല അതായത് ചെവിന്ന് വെള്ളം വരുമായിരുന്നു ഇങ്ങനെ കർണപട പൊട്ടിയിട്ടേ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ആള് ഓക്കെയാണ്. ഞാൻ പറയണേ അപ്പൊ അമ്മമാർക്ക് അസുഖം വന്നാലും കുട്ടികളിൽ അത് നല്ലോണം ബാധിക്കും. അതുകൊണ്ട് ഗർഭിണികളൊക്കെ ഫുഡൊക്കെ കഴിക്കുമ്പോ കെയർഫുൾ ആയിട്ട് കഴിക്കണം. എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഇങ്ങനെ കണ്ണിന് കാഴ്ചക്കുറവ് കാണാം, പക്ഷെ കുറവാണ്. മനസ്സിലായില്ല. ആ കുട്ടിക്ക് ഇങ്ങനെ സബ്ബായിരുന്നു. ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണോ? ക്ലിയർ ആയില്ലടാ. കോളേജിൽ പഠിക്കുമ്പോൾ. ഓക്കെ, കോളേജിൽ പഠിക്കുന്ന കാലത്തല്ലേ? ആ കുട്ടിക്ക് സബ് വെച്ചിട്ടാണ് എക്സാം ഒക്കെ എഴുതിയിരുന്നത്. ഇങ്ങനെയുള്ള കുട്ടികള് നമ്മുടെ ഇപ്പൊ എന്റെ മോൾക്കൊന്നും എനിക്കൊന്നും അറിയാൻ പറ്റില്ല. നമ്മള് കണ്ണ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, എന്നാലും അപ്പൊ ഒന്നും കുഴപ്പം പറഞ്ഞില്ല കേട്ടാ. ഇപ്പൊ എന്റെ മൂത്ത മോള് +2 പഠിക്കണേ. ഒരു കണ്ണിന് കാഴ്ച ഭയങ്കര കുറവാ, ഒരു കണ്ണിന് കാഴ്ചയുണ്ട്. അപ്പൊ ഗ്ലാസ് വന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ഫാമിലിയിൽ ഇപ്പൊ അതുപോലെ തന്നെ അപ്പൊ എനിക്കറിയില്ല, ഇപ്പൊ ഞാൻ അറിഞ്ഞ് എന്റെ അമ്മാവന്റെ മോൾക്കും അതുപോലെ തന്നെ ഒരു കണ്ണിൽ അങ്ങനെ കാഴ്ചക്കുറവ് പ്രത്യേകം. ഒരു കണ്ണിന് മാത്രം ഇങ്ങനെ ദൂരെയുള്ളത് വായിക്കാൻ, ഇപ്പൊ ബോർഡിലൊക്കെ എഴുതില്ലേ അതൊന്നും വായിക്കാൻ പറ്റത്തില്ല അവർക്ക്. വേറെ പ്രശ്നമൊന്നുമില്ല, ദൂരെയുള്ളത് അങ്ങനെ കാണാൻ പറ്റില്ല. എന്റെ മോൾക്ക് അങ്ങനെ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് അങ്ങനെ അസുഖമൊന്നും വന്നിട്ടില്ല. പക്ഷെ ചെക്ക് ചെയ്തപ്പോ ഇങ്ങനെ കാഴ്ചക്കുറവെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചെക്ക് ചെയ്തപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ കണ്ടുപിടിച്ചത്. ഇങ്ങനെ ഒരു കണ്ണിന് മാത്രമായിട്ട് ഇങ്ങനെ കാഴ്ച. എന്നാ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നേരെ കുഴപ്പമില്ല. ബോർഡിൽ എഴുതുന്ന വായിക്കാൻ പറ്റത്തില്ല ദൂരെയൊക്കെ ഇരിക്കുമ്പോഴേ. അത് പെട്ടെന്ന് എന്താണ് അങ്ങനെ കാണിക്കാൻ അവൾക്ക് എന്തായിരുന്നു ബുദ്ധിമുട്ടപ്പോ? ബുദ്ധിമുട്ടായിട്ടൊന്നും പറഞ്ഞില്ല, നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം അങ്ങനെ പറഞ്ഞില്ല കണ്ണട വെക്കേണ്ടി വരും എന്ന് പറഞ്ഞ് പറയാണ്ടിരുന്നേന്നോണം. മനസ്സിലായ? പിള്ളേര് നമ്മളിൽ നിന്ന് മറിക്കും.
ആ കണ്ണട വെക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഇവര് പറയത്തില്ല. എനിക്കറിയാൻ പാടില്ല, നേരത്തെ ഉണ്ടായിരുന്നു, അപ്പോഴേ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അപ്പൊ ഇത് കുറെ കഴിഞ്ഞ് ഇപ്പൊ +10ാം ക്ലാസ് ആയപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഒരു കാഴ്ചക്ക് ഒരു ഇതുണ്ടെന്ന് പറഞ്ഞത്. ഇതുകൊണ്ട് നേരത്തെ ഉണ്ടാവും, കണ്ണട വെക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് അറിയാനും പറ്റിയില്ല. ഇപ്പൊ സ്കൂളില് അങ്ങനെ ചെക്കപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് നമ്മുടെ സ്കൂളില് എല്ലാ കൊല്ലവും ചെക്കപ്പ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ ഇവളുടെ ആ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ചെക്കപ്പ് ഒന്നും ഉണ്ടായി. പക്ഷെ അതാണ് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നണത്. ഇപ്പൊ ഈ ഇളയ മോളുടെ 8 വയസ്സുള്ള മോളുണ്ട്, പക്ഷെ അവർക്ക് ഇപ്പൊ ഐ ചെക്കപ്പ് ഒക്കെ കറക്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ല, സ്കൂളിൽ വന്നിട്ടുണ്ട്. പക്ഷെ മൂത്ത മോള് 2008 ആ സമയത്ത് ജനിച്ചു വളർന്നോണ്ട് ആ സമയത്ത് ഇത്തിരി കുറവായിരുന്നു ഇങ്ങനെ നമ്മളും അങ്ങനെ വിചാരിക്കില്ലല്ലോ കണ്ണിന് കാഴ്ച കുറവുണ്ടാവുമെന്ന്. നമുക്ക് കുഴപ്പമില്ല, പിള്ളേർക്കും അങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിക്കും. അപ്പോഴും മൊബൈൽ യൂസ് ഒന്നും അധികം ഇല്ല മിസ്സേ. ഇപ്പോഴാണല്ലോ ഈ കൊറോണ വന്നതിന് ശേഷമാണ് മൊബൈലിന്റെ ഇത് വന്നേക്കണത്. പക്ഷെ ഇത് കണ്ണട വെക്കാനുള്ള മടി കാരണം പറയാണ്ടിരുന്നതാണ്. ആദ്യമേ പറഞ്ഞെങ്കിൽ നമുക്കത് സ്ഥിരം ചിലപ്പോ വെക്കണമെന്ന് പറഞ്ഞോ? ഡോക്ടർ സ്ഥിരമായിട്ട് വെക്കണമെന്ന് പറഞ്ഞോ? ഇപ്പൊ റീഡ് ചെയ്യുമ്പോ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, കുഴപ്പമില്ല. ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോ തുള്ളിമരുന്നിലൂടെ അത് മാറ്റായിരുന്നു. പക്ഷെ പിള്ളേര് പറയാണ്ടിരിക്കണത് ഭയങ്കര ഇതാ. കുട്ടികൾ പറയണ്ടേ പാരന്റ്സിനോട്. ഇപ്പൊ എല്ലാവർക്കും ഒരു നാണക്കേടാണല്ലോ. അത് പറഞ്ഞില്ല, അതുകൊണ്ട് എല്ലാവരുടെ പാരന്റ്സ് ഒന്ന് ഇടയ്ക്കൊക്കെ കുട്ടികളുടെ കണ്ണൊന്ന് ചെക്ക് ചെയ്യണം, നല്ലതായിരിക്കും. ശരിയാണ്, ശരിയാണ് മഞ്ജു പറഞ്ഞത്. പാരന്റ്സ് ഒക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത് ഇപ്പോ ക്ലാസ്സിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അപ്പൊ മൊബൈൽ വേണം അല്ലെ? എല്ലാവരുടെ മക്കൾ എങ്ങനെയാണല്ലേ, മൊബൈൽ നോക്കിയിട്ടേ ബാക്കി എന്തും ചെയ്യുള്ളൂ, ആണോ? എന്റെ മോളും അതെ, ഇങ്ങനെ തന്നെ ഗെയിം അല്ലെങ്കിൽ TV കാണും, അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിക്കാം എല്ലാ അമ്മമാരും. ചായ പോലും വേണ്ട മിസ്സേ, വന്നത് മൊബൈലാ ചോദിക്കണത്. പണ്ടൊക്കെ ചായയും കടിയൊക്കെ ചോദിക്കണ പിള്ളേര് ഇപ്പൊ വന്നതും വരുമ്പോ മൊബൈൽ എവിടെ. സത്യമാണല്ലേ, ഞാൻ അങ്ങനെ കൊടുക്കാറില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും തിരക്കുള്ള സമയമാണെങ്കിൽ, ഇന്നാളെ എനിക്കൊരു ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ ശല്യപ്പെടുത്താണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അത് കുറച്ച് ദിവസം കൊടുത്തിട്ടാ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല. ഞാനുള്ള കാര്യം പറഞ്ഞേ, കൈകൊട്ടിക്കളിയുടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നേ, വീട്ടിൽ തന്നെയാണ്. അപ്പത്തേക്കും പുള്ളിക്കാരി ഒന്ന് അടങ്ങിയിരിക്കണമെങ്കിൽ അത് കൊടുത്ത ഒരു സ്ഥലത്തും, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര കുരുത്തക്കേടാ, എവിടെയൊക്കെ പിടഞ്ഞു കയറും അറിയാൻ പാടില്ല മിസ്സേ. അതുകൊണ്ട് എനിക്ക് ആവശ്യം അതായതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഞാൻ കൊടുത്തിപ്പ. അല്ലെങ്കിൽ കൊടുക്കാറില്ല കേട്ടോ. വരുമ്പോ തന്നെ നമ്മൾ നോക്കി ചായ കുടിക്കുക, യൂണിഫോം മാറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കാറ്. നമുക്ക് എന്തെങ്കിലും ചെറിയ തിരക്ക് വരുമ്പോ ഇതുപോലെ നമ്മൾ തന്നെ പിള്ളേരെ മനസ്സിലാക്കും. ചെറിയ മോളാണോ രണ്ടാമത്തെ മോള്? രണ്ടാമത്തെ മോള്. മൂത്ത മോള് പിന്നെ നമ്മളിപ്പോ കേൾക്കണ പ്രായമൊക്കെ കഴിഞ്ഞു. അവര് വരിക, ഇപ്പൊ ടീച്ചർ പറഞ്ഞില്ലേ ചൊട്ടയില് ചീല ചൊടില്ല, അതൊന്നും ഇല്ല. നമ്മൾ എന്ത് പഠിപ്പിച്ചാലും അവരൊരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ തീരുമാനമുണ്ട്. പിന്നെ നല്ലത് ചെയ്യാനുള്ളത് നമ്മള് പഠിപ്പിച്ചു കൊടുക്കുക, മനസ്സിലായ? നല്ല ഇപ്പൊ ഫാമിലിയുടെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ കുഞ്ഞുനാളിലെ കണ്ട് വളരണം, അല്ലാണ്ട് നമ്മൾ അവരെ അടിച്ചേൽപ്പിക്കാൻ നിന്നാ ഇല്ല. നമ്മൾ എങ്ങനെയാണെന്ന് കണ്ടു വളർന്നാൽ അതനുസരിച്ച് പോകും. അല്ലാണ്ട് നമ്മൾ അവരെ മാത്രം പ്രത്യേകം ട്രെയിൻ ചെയ്യാൻ പോയാൽ പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇപ്പോഴത്തെ തലമുറ അങ്ങനെയാണല്ലോ. പണ്ടൊക്കെ നമ്മൾ അടിച്ചു പഠിപ്പിച്ചിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ തലമുറ അടിച്ചു പഠിപ്പിച്ചാലും നമ്മൾ അടിക്കും. അങ്ങനത്തെ പിള്ളേരാണ് ഇപ്പൊ ഉള്ളത്. അതെ മിസ്. ഓക്കെ, ടൈം ആയിട്ടുണ്ട്. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പോ ഒരു ആക്ടിവിറ്റി തരാം. ഇങ്ങനെ വിഷ്വൽ ഇമ്പയർമെന്റ് ഉള്ള കുട്ടികള് നമ്മുടെ ക്ലാസ്സിൽ, ഇപ്പൊ നിങ്ങൾ ടീച്ചറാണെന്ന് വിചാരിക്കാം. അപ്പോ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടെന്ന് വിചാരിക്കാം. ഉണ്ടെങ്കിൽ അവരെ അവർക്ക് പഠിക്കാനായിട്ടുള്ള എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവർക്ക് വരുന്നത് പഠിക്കുമ്പോൾ, അതുപോലെ തന്നെ അവരെ പഠന മേഖലയിലോട്ട് എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം, എന്തൊക്കെ തന്ത്രങ്ങളിലൂടെ നല്ല രീതിയിൽ അവരെ പഠിപ്പിക്കാനായിട്ട് പറ്റും, ഒന്ന് എഴുതിക്കൊണ്ടുവരാം കേട്ടോ. വിഷ്വൽ ഇമ്പയർമെന്റ് ക്വസ്റ്റ്യൻ മനസ്സിലായോ? അവര് സ്കൂളിൽ വരുമ്പോ അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, ഓക്കെ, പ്രോബ്ലംസ് എന്താണെന്നുള്ളത് എഴുതാം. അതുപോലെ തന്നെ അത് ഓവർകം ചെയ്യാനായിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുക, നമ്മൾ പ്രോബ്ലംസ് എഴുതാം. ഡിസീസും കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യണോ? എന്താണ് ക്ലിയർ ആയില്ല? ലൈക്ക് അവർക്ക് ഇപ്പൊ വിഷ്വലൈസേഷൻ കുറവുള്ള പിള്ളേർക്ക്, ഇല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ഒട്ടും ഇല്ലാത്ത പിള്ളേർക്ക് ഉണ്ടാകുന്ന ഡിസീസ് എന്തോ കാരണമായിട്ടാണ് ഉണ്ടായത്, പിന്നെ നമുക്ക് അവരെ പഠിപ്പിക്കാനും അവരെ മുമ്പിലോട്ട് കൊണ്ടുപോകാനായിട്ടും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. വിഷ്വൽ ഇമ്പയർമെന്റ് ഉള്ള കുട്ടി നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും?
നോർമൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, ഇവരും ഉണ്ടാവും അല്ലെ, രണ്ടുപേരും കൂടിയാണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണല്ലേ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി അവരുടെ ആ പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ എന്തൊക്കെ സ്ട്രാറ്റജീസ് നമുക്ക് എടുക്കാൻ പറ്റും? മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ടീച്ചറെ അവരുടെ അസുഖങ്ങളെ കുറിച്ച് എഴുതണോന്നാണ് മറ്റേ കുട്ടി ചോദിച്ചത്. അത് എഴുതണോ? അസുഖങ്ങളെ കുറിച്ച് എഴുതണ്ട, പ്രോബ്ലംസ് ആൻഡ് സ്ട്രാറ്റജീസ് ഇത്രയും മാത്രം മതി. അതാ പറഞ്ഞത്. നമ്മൾ എന്തുകൊണ്ട് ഇപ്പൊ നമ്മ വായിച്ചില്ലേ സ്മോൾ പോക്സ് മെനിഞ്ചൈറ്റിസ്, അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വേണ്ടല്ലോ. വേണ്ട വേണ്ട വേണ്ട, ഇത് മാത്രമേ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും പ്രോബ്ലംസ് അല്ലെ, എല്ലാ പ്രോബ്ലംസും എഴുതണ്ടേ? ആ, നിങ്ങൾക്ക് കിട്ടുന്ന പ്രോബ്ലംസ് ചെയ്താ അത് ഓവർകം ചെയ്യാനായിട്ട് എന്തൊക്കെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. മനസ്സിലായോ? വേണോ മാം? ഓക്കെ അല്ലേ? വേണോ മാം? പിക്ചേഴ്സ് ഒന്നും വേണ്ട, അത് മാത്രം എഴുതി വന്നാൽ മതി. മാം അത് നിങ്ങളുടെ ആക്ടിവിറ്റി ബുക്കിനകത്ത് എഴുതിയാൽ മതി. ഓക്കെ, സൈൻ ഔട്ട്. ചിക്കു സൈൻ ഔട്ട് പറഞ്ഞോളൂ കേട്ടോ. Okay, ma'am. Good afternoon, ma'am. Good afternoon, everyone. Today, class with Rose ma'am was really wonderful. We learned about Unit 8 Child Welfare in a very simple and clear way. It was an interesting and useful session for all of us. Thank you, ma'am, for your guidance. Wishing everyone a happy afternoon. Thank you. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.